Hello, today we are going to discuss about isolation converters. Actually, we are in module 2. Module 2 la nikkunne. So our module 2 deals with that is DC to DC converters, or it is called as choppers. Choppers എന്താ ചെയ്യണേ? ഇത് ഒരു DC ലെവലിനെ വേറെ DC ലെവലായിട്ട് convert ചെയ്യും. Okay, there are three types of choppers that we were discussed. Buck, boost, and buck boost are there. ഓക്കെ, പക്ഷെ ആ മൂന്നിലും കാണുന്ന ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എനി വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ഇൻപുട്ട് ദാറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻ ഉണ്ടായാലും അത് നേരെ ഔട്ട്പുട്ടിലോട്ട് കാണിക്കും. സിമിലർലി ഔട്ട്പുട്ടിൽ സപ്പോസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപീഡൻസ് വേരിയേഷൻ വല്ലതും വരികയാണെങ്കിൽ ദാറ്റ് വിൽ ആൾസോ റിഫ്ലക്ട് ഇൻ ഇൻപുട്ട്. ഓക്കെ, സോ അതിന്റെ വർക്കിംഗ് പെർഫോമൻസിനെ ദാറ്റ് വിൽ അഫക്ട്. സോ അതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. ഓക്കെ, so we have to separate input from output. Okay, so that inputലെയും ഔട്ട്പുട്ടിലെയും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യത്തില്ല. Okay, so we are going to deal with isolation converters. Okay, here it is also a choppers, but it have some isolation. Okay, നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം നോക്കാം. So isolation converters ഞാൻ പറഞ്ഞായിരുന്നു എന്താണെന്നുള്ള കാര്യം. Okay, നമ്മൾ ഈ ഡി സി ടു ഡി സി കൺവേർട്ടേഴ്സ് ചോപ്പേഴ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്കൊരു ഡി സി ഉണ്ടാവും. ആ ഡി സി സിഗ്നലിനെ നമ്മൾ സ്വിച്ചസ് നമ്മൾ പഠിച്ച മോസ്ഫെറ്റോ IGBTയോ BJT വെച്ചിട്ട് സ്വിച്ച് ചെയ്യിപ്പിക്കും. സ്വിച്ച് ചെയ്യിപ്പിട്ട് ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി മാറ്റും. ദെൻ ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ AC സിഗ്നലിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യും. ദെൻ അഗെയിൻ കൺവേർട്ട് ദാറ്റ് ഹൈ ഫ്രീക്വൻസി AC ടു DC. ഇതാണ് കൺവേർട്ടേഴ്സിന്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, അതിനകത്ത് ബക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇൻഡക്ടർ നമ്മള് സ്വിച്ച് ആദ്യം വരും, ദെൻ ഇൻഡക്ടർ വരും. ഇനി ബൂസ്റ്റ് ആണെങ്കിലോ ആദ്യം ഇൻഡക്ടർ വരും, ദെൻ നമ്മുടെ സ്വിച്ച് വരും. ഓക്കെ, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു പോയിന്റ് വേണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? അപ്പോൾ അങ്ങനെ ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു, there is a need for an isolation between input and output. Okay, so in between this conversion, an isolation transformer should be placed. It should be placed. എന്നാൽ മാത്രമേ അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, because of this isolation transformer, there is an isolation, ആദ്യം പറഞ്ഞു, separation down between input and output. Hence the name isolation converters. Because ഈ isolation convertersനകത്ത് നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ പോലത്തെ ട്രാൻസ്ഫോമർ അല്ല. There use a transformer called as isolation transformer, which isolate input from output, and hence these type of converters are called as isolation converters. Okay, നമുക്ക് ഒത്തിരി കൺവെർട്ടേഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ ഒത്തിരി കൺവെർട്ടേഴ്സ് ഉണ്ട്. സോ നമുക്ക് അതിൽ 5 കൺവെർട്ടേഴ്സ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കൺവേർട്ടർ ആണ് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടൈം ആയിരിക്കും. ഇറ്റ് ഈസ് എ ഫ്ലൈ ബാക്ക് കൺവേർട്ടർ. ഓക്കെ, സോ ദി സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഓഫ് ദിസ് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ഇസ് ദിസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കും. ഓക്കെ, ഈ സ്വിച്ച് ഹൈ ഫ്രീക്വൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹൈ ഫ്രീക്വൻസി AC സിഗ്നൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഇതാണ് നമ്മുടെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ദിസ് ട്രാൻസ്ഫോമർ വിൽ ഐസൊലേറ്റ് ഇൻപുട്ട് ഫ്രം ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ നേരത്തെ പോലെ തന്നെയാണ് സാധാരണ കൺവേർട്ടേഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ഇവിടെയും the operation of this flyback converter is divided into two mode 1 and 2. Okay, as usual mode 1 transistor Q1 on ആയിരിക്കും, transistor 2 off ആയിരിക്കും mode 2 ൽ. ഓക്കെ, സോ നോക്കണേ അതിന് മുന്നേ നോക്കേണ്ടത് ഈ ട്രാൻസ്ഫോമർ നോക്കി, രണ്ട് ഡോട്ട് ഓപ്പോസിറ്റ് ഉണ്ടോ, വിച്ച് മീൻസ് ഇതിന്റെ ഇൻഡ്യൂസ് ചെയ്യുന്ന പൊളാരിറ്റി ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് പ്രൈമറി ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. അതാണ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള ട്രാൻസ്ഫോമർ ആണ്. രണ്ട് ഡോട്ട് ആണ് ഓപ്പോസിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഇതിന്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും എപ്പോഴും ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ അന്നേരം ഹിയർ ഇൻ മോഡ് 1, ഓക്കെ, മോഡ് 1ൽ എന്താവും, ട്രാൻസിസ്റ്റർ ഓൺ ആയി. ഓക്കെ, ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ഈ പ്ലസിൽ നിന്ന് ഈ പ്രൈമറി കറണ്ട്
ഈ പ്രൈമറി വൈൻഡിങ് വഴി സ്വിച്ച് വഴി പൊക്കോണ്ടിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് ഈ ഇൻഡക്ടറിൽ എനർജൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യും, ബട്ട് ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡ് 1 സെക്കൻഡറിയിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡറിൽ ആ നെഗറ്റീവ് ഇൻഡ്യൂസ് വോൾട്ടേജ് കാരണം ദ ഡയോഡ് D1 വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്. ഓക്കെ, D1 റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ ഡയോഡ് റിവേഴ്സ് ബയസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഓപ്പൺ ആയിരിക്കും ഇല്ലേ? ഇത് ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ആകുമ്പോൾ എന്ത് പറ്റും? ഇൻപുട്ടിൽ നിന്ന് നേരെ ഔട്ട്പുട്ടിലോട്ട് എനർജി വരത്തില്ല. ഓക്കെ, സോ അതിനാണ് നമ്മൾ കപ്പാസിറ്റർ വെച്ചേക്കുന്നത്. കപ്പാസിറ്ററിൽ തൊട്ട് മുന്നേ എന്തായിരുന്നോ എനർജി സ്റ്റോർ ആയി വെച്ചിരുന്നത്, ആ എനർജി ആയിരിക്കും മോഡ് 1 ലോഡിലോട്ട് പോവുക. വീഡിയോ ഒന്നുകൂടെ പറയാം. ഇൻ മോഡ് 1 the switch Q1 is in on condition, so the primary current flow through the primary winding NP. Since the isolation transformer is in opposite polarity, a negative voltage will be induced in the secondary, and hence the diode D1 will be in reverse bias condition, which means the diode D1 is in off condition. Okay, so ഈ സമയത്ത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് എനർജി സപ്ലൈ ഉണ്ടാവത്തില്ല. So okay, so whatever the energy that is stored in the capacitor is now provided to the load RL. Okay, pretty clear. Okay, ini mode 2. Okay, so the during mode 1 the primary current increases. നമ്മൾ already പറഞ്ഞു, the primary current equation Vs into T by LP, where LP is the inductance in the primary side. Okay, at T is equal to KT, അതായത് മോഡ് 1 തീരുന്ന സമയത്ത് the primary current മാക്സിമത്തിലോട്ട് എത്തും, and peak value of primary inductor current IP is given by Vs into KT by LP. Okay, so ഇനി മോഡ് 2 എന്ത് സംഭവിക്കും? ഓക്കെ, മോഡ് 2 എന്താവും? ഈ കറണ്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് Q1 ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും? ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഓക്കെ, കറണ്ട് ഫ്ലോ പൊക്കോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഫ്ലോ ഓപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവും വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. നേരത്തെ പ്ലസ് മൈനസ് ആയിരുന്നുണ്ടെങ്കിൽ മൈനസ് പ്ലസ് എന്നുള്ള രീതിയിലായി ഒരു നെഗറ്റീവ് ബാക്ക് EMF ഇവിടെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ പ്രൈമറിൽ ഇപ്പൊ എന്താണ്? ഒരു ബാക്ക് EMF ആണ് ഓപ്പോസിറ്റ് പൊളാരിറ്റി, അതായത് മൈനസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ഈ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന്റെ ആ ഒരു പെക്യുലാരിറ്റി കാരണം മോഡ് 2 ഈ ബാക്ക് EMF ഉണ്ടാവുന്ന സമയത്ത് എന്ത് പറ്റും? ഈ NS സെക്കൻഡറി വൈൻഡിങ്ങിന് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. കാരണം എന്തുവാ? ഇതിന്റെ വൈൻഡിങ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. ഓക്കെ, സോ മോഡ് 2 ആദ്യം ഈ ബാക്ക് EMF കാരണം സെക്കൻഡറിയിൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ എന്ത് പറ്റും? ഈ ഡയോഡ് D1 ഓൺ ആവും അല്ലേ? പ്ലസ് എങ്ങോട്ടാ പോണേ? ഡയോഡിന്റെ പിയിലോട്ട്. സോ ഡയോഡ് ഓൺ ആവും. ഡയോഡ് ഓൺ ആകുമ്പോൾ എന്ത് പറ്റും? ഈ കറണ്ട് നേരെ എങ്ങോട്ടേക്ക് പോകും? കപ്പാസിറ്ററിലോട്ടും പോകും, നമ്മുടെ ലോഡിലോട്ട് പോകും. സോ കപ്പാസിറ്റർ എന്ത് പറ്റും? ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ മോഡ് 2 the initial time of mode 2 there will be a back EMF occur in the primary side, and that will reflect as a positive voltage in the secondary side, which turns the diode D1 to on condition. Okay, now the capacitor will be charged. Capacitor charge ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇവിടെ ഈ ബാക്ക് EMF എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എപ്പോഴും ഉണ്ടാവത്തില്ല. അത് ഒരു അൺനെസസറി എനർജിയാണ് ബാക്ക് EMF എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെസിപ്പേറ്റ് ആയിട്ട് അങ്ങ് പോകും, അത് നിൽക്കത്തില്ല, അത് എങ്ങനെയെങ്കിലും ലൂസായി പൊക്കോണ്ടിരിക്കും. ഓക്കെ, സോ മോഡ് 2 ഫുൾ ടൈമിലും മോഡ് 2 എൻറ്റയർ ടൈമില് ആ ബാക്ക് EMF ഉണ്ടാവത്തില്ല. മോഡ് 1 സ്വിച്ച് ഓൺ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. മോഡ് 2 കേസാണ് പറയണേ. മോഡ് 2 ഫുൾ ടൈമിലും ആ ബാക്ക് EMF ഉണ്ടാവത്തില്ല, കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ പറയാം, അതിലേക്ക് വരാം. ഓക്കെ, അത് പോട്ടെ. സോ മോഡ് 2 ഞാൻ പറഞ്ഞു, മോഡ് 2 സ്വിച്ച് ഓഫ് ആയിരിക്കും, പ്രൈമറിയിൽ ബാക്ക് EMF ഉണ്ടാവും. പക്ഷെ ആ ബാക്ക് EMF ഒത്തിരി സമയം നിൽക്കത്തില്ല, കുറച്ച് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിൽക്കത്തുള്ളൂ. സോ ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് സമയം എന്ത് പറ്റും? സെക്കൻഡറിയിൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും, ഡയോഡ് ഓൺ ആവും, ദെൻ ഈ കപ്പാസിറ്ററിൽ ചാർജ് ആവും. ഓക്കെ, അങ്ങനെ. സോ മോഡ് 2 എന്തായിരിക്കും? ഈ സ്വിച്ച് ഓഫ് ആയിരിക്കും. സോ ഓഫ് ആയിരിക്കുന്ന കളക്ടർ കറണ്ടിലെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ എന്തായിരിക്കും? എപ്പോഴും ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ആയിരിക്കില്ലേ? ഫ്രം ദ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് VQ1 എന്ന് പറയുന്നത് ഇൻപുട്ട് മാത്രം അയക്കത്തില്ല, പിന്നെയോ
ഇവിടെ ഉണ്ടാകുന്ന ആ ബാക്ക് EMF കൂടെ ആയിരിക്കും. ഓക്കെ, സോ ദ മാക്സിമം കളക്ടർ വോൾട്ടേജ് VQ1 അറ്റ് ദ ബിഗിനിങ് ഓഫ് മോഡ് 2 ഈസ് VI പ്ലസ് ഇതാണ് നമ്മൾ ബാക്ക് EMF ആണ്. ഓക്കെ, ഇതാണ് ബാക്ക് EMF ഇക്വേഷൻ. ഇത്രയും വോൾട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, after some time in mode 2, after some time the induced voltage in the primary due to the sudden turn off of transistor Q1, അതായത് back EMF, okay, decay ചെയ്യും. Okay, decay ചെയ്യും. Because of this no primary voltage ഉണ്ടാവത്തില്ല, and hence no voltage in secondary. Okay, അതായത് മോഡ് 2 ആ ബാക്ക് EMF ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ആ സെക്കൻഡറി സൈഡിൽ വോൾട്ടേജ് ഉണ്ടാവത്തുള്ളൂ. മോഡ് 2ന്റെ അവസാന സമയങ്ങളിൽ ഈ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്തങ്ങ് പോകും, ഡെസിപ്പേറ്റ് ചെയ്തങ്ങ് പോകും. ഓക്കെ, സ്വിച്ച് ആൾറെഡി ഓഫ് ആകുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. മോഡ് 2ന്റെ അവസാന സമയങ്ങളിൽ there is no voltage in the primary side and also in secondary side. പിടികിട്ടിയോ? ഇതാണ് പറയുന്നത്. സോ മോഡ് 2ന്റെ ആദ്യ സമയങ്ങളിൽ ഇവിടെ ഇൻപുട്ടിൽ ഒരു ബാക്ക് EMF ഉണ്ടാവും, അത് കാരണം സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അത് പെട്ടെന്ന് ബാക്ക് EMF അങ്ങ് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും. പിന്നെ അവിടെ പ്രൈമറിയിലെ മോഡ് 2 പ്രൈമറി സൈഡിൽ ബാക്ക് EMF ഇല്ല, ആ സ്വിച്ച് ഓഫ് ആവുന്നത് കാരണം പ്രൈമറി കറണ്ടും അവിടെ ഉണ്ടാവത്തില്ല. വിച്ച് മീൻസ് there is no current and voltage in primary side at the end of mode 2. മോഡ് 2ന്റെ അവസാനം പ്രൈമറി കറണ്ടും ഇല്ല, ബാക്ക് EMF ഇല്ല, ഒന്നുമില്ല. സോ സെക്കൻഡറി സൈഡിലും ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ട്രാൻസിസ്റ്റർ Q1 മോഡ് 2 ട്രാൻസിസ്റ്റർ Q1ന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ആദ്യം എന്തായിരിക്കും? ആദ്യം ഇൻപുട്ടിന്റെ കൂടെ ആ ബാക്ക് EMF കൂടി ഉണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ ബാക്ക് EMF അങ്ങ് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിൽ എന്താണ് ഇൻപുട്ട് അത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ഇൻ ദ ലേറ്റർ സൈഡ് ഓഫ് in the later time of mode 2, the VQ1 കളക്ടറിന് അക്രോസ് ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VI മാത്രമേ ആവത്തുള്ളൂ. കാരണം ആൾറെഡി പറഞ്ഞു, ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും. ഓക്കെ, ശരി. സോ നോക്കുക, ഇതാണ് എൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ VQ1 ഇത് മോഡ് 1, ഇത്രയാണ് മോഡ് 2. മറന്നുപോലെ. ഓക്കെ, ഇത് നമ്മുടെ മോഡ് 1. ക്ലിയർ ആയി? ഓക്കെ, ഇത് നമ്മുടെ മോഡ് 2. മറന്നു പോയത്. ഓക്കെ, ശരി. അപ്പോ മോഡ് 1 മോഡ് 2. മോഡ് 1ൽ എന്ത് സംഭവിക്കും, മോഡ് 2ൽ എന്ത് സംഭവിക്കും? സാധാരണ പോലെ നമുക്ക് നോക്കാം. സോ VQ1 എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. മോഡ് 1ൽ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കത്തില്ലേ? ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ലോ ആയിരിക്കും, അല്ലേ? ലോ ആയിരിക്കും. ഓക്കെ, ദെൻ VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈഡിലാണ്. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ്, സോറി ട്രാൻസ്ഫോമറിന്റെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ്. സോ മോഡ് 1ൽ പ്രൈമറിയിൽ ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറിയിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, സോ ആ സമയത്ത് പ്രൈമറി കറണ്ട് എന്താവും? ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, സെക്കൻഡറി സൈഡിൽ ഉണ്ടായില്ല, ആ ഡയോഡ് ഓഫ് അല്ലേ? ഓഫ് ആയത് കാരണം സെക്കൻഡറി സൈഡിൽ കറണ്ട് ഒന്നും ഉണ്ടാവത്തില്ല. സോ ആ സമയത്ത് കപ്പാസിറ്ററിൽ നിന്ന് പോകുന്ന കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. കിട്ടിയോ? സോ ഇൻ ഡ്യൂറിങ് മോഡ് 1 ദ ട്രാൻസിസ്റ്റർ ഈസ് ഓൺ. ട്രാൻസിസ്റ്റർ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കളക്ടർ വോൾട്ടേജ് ലോ ആയിരിക്കും. ഓക്കെ, പ്രൈമറിയിൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ഓപ്പോസിറ്റ് ആയത് കാരണം ദ സെക്കൻഡറി വിൽ ബി നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, സെക്കൻഡറി നെഗറ്റീവ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഡയോഡ് ഓഫ് ആയി. സോ സെക്കൻഡറി കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, പ്രൈമറിയിൽ ആ സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? സോ ആ ടൈം t is equal to KT ആവുന്ന സമയത്ത് മോഡ് 1ൽ നിന്ന് മോഡ് 2ലോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, സോ മോഡ് 2ൽ ഇപ്പൊ എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന സമയത്ത് എന്ത് പറ്റും? ആ പ്രൈമറിയിൽ ഒരു ബാക്ക് EMF കൂടി ഉണ്ടാവും. ഓക്കെ, സോ VQ മീൻസ് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ഉള്ള വോൾട്ടേജ്. മോഡ് 1ൽ മോഡ് 2ൽ മോഡ് 2ന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞത് ആണിത്. ഓക്കെ, മോഡ് 1ന്റെ ആദ്യ സമയം ഇത്രയും സമയത്തേക്ക് എന്തുണ്ടാവും? നമ്മുടെ Q1 നമ്മളെ ട്രാൻസിസ്റ്ററിൽ ഒരു ബാക്ക് EMF കൂടി ഉണ്ടാവും. ആണ് കൂടെ ഉണ്ടാവും, ഇൻപുട്ടിന്റെ കൂടെ ഒരു ബാക്ക് EMF കൂടി ഉണ്ടാവും.
ക്ലിയർ ആയോ? ഓക്കെ, ഇത്ര സമയം ബാക്ക് ഇം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ബാക്ക് ഇം അങ്ങ് പോവും. പിന്നെ നമ്മുടെ ആ ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് മോഡ് 2. മോഡ് 2 ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഓഫ് ആവുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് അത് തന്നെയായിരിക്കും. പക്ഷേ മോഡ് 2 ആദ്യത്തെ കുറച്ച് സമയത്ത് ഇൻപുട്ട് വോൾട്ടേജ് മാത്രമല്ല ഉണ്ടാവുന്നത്, കുറച്ച് ബാക്ക് ഇം കൂടി ഉണ്ടാവും. ഓക്കെ, ശരി. ദെൻ സെക്കൻഡറി വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ആ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം, അല്ലേ? ആ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം എന്തായിരിക്കും? നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവും. പിടിയോ? ആ ബാക്ക് ഇ എം എഫ് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ഇൻപുട്ടിൽ കറണ്ട് ഇല്ല. ഇൻപുട്ട് കറണ്ട് ഇല്ലെങ്കിൽ സെക്കൻഡറി 0 ആയിരിക്കും. പിടിയോ? സോ ഈ സെക്കൻഡറിയിൽ വോൾട്ടേജ് ഉള്ള ഭാഗത്ത് മാത്രമേ സെക്കൻഡറി കറണ്ടും ഉണ്ടാവത്തുള്ളൂ. സെക്കൻഡറി കറണ്ട് ഡിസ്ചാർജ് ആ സമയത്ത് കപ്പാസിറ്ററിലോട്ട് കറണ്ട് പൊക്കോണ്ടിരിക്കും. വിച്ച് മീൻസ് കറണ്ട് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ? സോ മോഡ് 2 ഇത്രയാണ് മോഡ് 2. മോഡ് 2 ഇത്രയും പോർഷൻ മാത്രമേ ബാക്ക് ഇ എം എഫ് ഉണ്ടാവത്തുള്ളൂ. ആ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ സെക്കൻഡറി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്തിരി സമയം കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡറി ആ ബാക്ക് ഇ എം എഫ് അങ്ങ് പോകും. പിന്നെ എന്താ പറ്റും? നമ്മുടെ കുറച്ച് ഇത്രയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ആ സമയത്ത് സെക്കൻഡറിയിൽ 0 ആയിരിക്കും വോൾട്ടേജ്. ക്ലിയർ ആയി? സോ എൻറ്റയർ മോഡ് 2 ദ പ്രൈമറി കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? സ്വിച്ച് ഓഫ് അല്ലേ? സ്വിച്ച് ഓഫ് ആണെങ്കിൽ പ്രൈമറി കറണ്ട് 0 ആയിരിക്കും. ദെൻ സെക്കൻഡറി കറണ്ട് ഇത്രയാണ് മോഡ് 2. പക്ഷേ അതില് ബാക്ക് ഇ എം ഉള്ള ഇത്രയും പോർഷൻ മാത്രമേ സെക്കൻഡറി കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ആ സമയം ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മോഡ് 2 ആണ് ചെറിയ കോംപ്ലിക്കേഷൻ വരിക. മോഡ് 2 ആദ്യ സമയങ്ങളിൽ മാത്രമേ there will be ബാക്ക് ഇ എം എഫ് ഉണ്ടാവത്തുള്ളൂ. ആ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ സെക്കൻഡറി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്ര സമയം മാത്രമേ വോൾട്ടേജ് ഉള്ളൂ. ഈവൻ ദോ ഇത്രയാണ് മോഡ് 2 എന്നുണ്ടെങ്കിലും ബാക്ക് ഇ എം ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ സെക്കൻഡറിയിൽ കറണ്ട് വോൾട്ടേജ് ഉണ്ടാവത്തുള്ളൂ. സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ മോഡ് 2 അവസാന സമയങ്ങളിൽ സെക്കൻഡറി വോൾട്ടേജ് ഇല്ല, സോ കറണ്ടും ഇല്ല. ഓക്കെ, ഇതാണ് അത്രേ ഉള്ളൂ. ഓക്കെ, പിടി. സോ അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു ഡ്യൂട്ടി സൈക്കിൾ K ഇൻറ്റു ദ എഫിഷ്യൻസി ഈറ്റ RL ബൈ 2FLP ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഫ്ലൈബാക്ക് കൺവേർട്ടർ. ആൻഡ് ഔട്ട്പുട്ട് പവർ ഈസ് ഗിവൺ ബൈ എഫിഷ്യൻസി ഇൻറ്റു PI ആണ്. നമുക്കറിയാം ഇൻപുട്ട് പവറിന്റെ എഫിഷ്യൻസി ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഈറ്റ KVS ബൈ ഹോൾ സ്ക്വയർ ബൈ 2FLP. ഈറ്റ ഇൻറ്റു KVS ഹോൾ സ്ക്വയർ ബൈ 2FLP ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചർ ഇത് തന്നെയാണ്. മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളെ പവർ, സോറി, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അതാണ് എന്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. സോറി, മെയിൻ ഇത് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ ഒരു പക്ഷേ കൂടുതൽ വോൾട്ടേജ് ഒക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ, ഹൈ പവറിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ഈ സ്ട്രക്ചറൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയാൽ അവനെ പറഞ്ഞാൽ ഡബിൾ എൻഡ് ഫ്ലൈ ബാക്ക് എന്ന് പറയുന്നത്. വർക്കിംഗ് ഒന്നും പഠിക്കേണ്ട, വേറൊന്നുമല്ല, ഒരു ട്രാൻസിസ്റ്ററും രണ്ട് ഡയോഡും കൂടി എക്സ്ട്രാ കയറി വരും. ഇത്രയേ ഉള്ളൂ. ഡബിൾ എൻഡ് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഹൈ വോൾട്ടേജിലോ അല്ലെങ്കിൽ ഹൈ സ്പീഡിലോ ഫ്ലൈ ബാക്ക് കൺവേർട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഡബിൾ എൻഡ് ആവും. ഇതിന്റെ വർക്കിംഗ് വേണമെന്നില്ല, പക്ഷെ നമ്മൾ സർക്യൂട്ട് വരയ്ക്കണം. എങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിടിയോ? നമുക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇക്വേഷൻസും ഫിഗേഴ്സും കൂടുതൽ വേണം. ഇത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, ശരി. സോ അതാണ് ഫ്ലൈ ബാക്ക്. സോ ഫ്ലൈ ബാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഫോർവേഡ് കൺവേർട്ടർ. അത് സെക്കൻഡ് കൺവേർട്ടർ ആണ് ഫോർവേഡ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഫോർവേഡ് കൺവേർട്ടർ ഈസ് സിമിലർ ടു ദാറ്റ് ഫ്ലൈ ബാക്കുമായിട്ട് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈ ബാക്കിൽ ആ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. ആ എനർജി അങ്ങ് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും. ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന പവർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ ബാക്ക് ഇ എം എഫ്
അത് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും, ഉപയോഗമില്ലാതെ പോകും. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയാവോ, ദ ട്രാൻസ്ഫോമറിന്റെ അകത്ത് തന്നെ ഒരു റീസെറ്റ് ബൈൻഡിങ് ഉണ്ട്. ആ റീസെറ്റ് ബൈൻഡിങ് എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ ബാക്ക് EMFനെ പാഴാക്കി കളയാതെ നേരെ സപ്ലൈയിലോട്ട് തന്നെ കൊടുക്കും. ആൻഡ് ഹെൻസ് ദ പവർ എഫിഷ്യൻസി ക്യാൻ ബി ഇൻക്രീസ്. ഓക്കെ, സോ നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ആണ്, പ്രഷ്യസ് ആണ്. ഓക്കെ, സോ ഈ ഉണ്ടാവുന്ന ബാക്ക് EMFനെ വെറുതെ പാഴിക്കളയാതെ ആ റീസെറ്റ് ബൈൻഡിങ്ങിന്റെ ഹെൽപ്പോട് കൂടി അത് സപ്ലൈയിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യും. ഹെൻസ് we can improve the efficiency in forward converter than flyback. Okay, നമുക്ക് നോക്കാം. So this is the working arrangement. So this is the arrangement of a forward converter. Did you? നേരത്തെ പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ റീസെറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൽ റീസെറ്റ് ബൈൻഡിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടാവുന്ന ബാക്ക് EMFിൽ ഉള്ള എനർജിയെ പാഴിക്കളയാതെ ഈ റീസെറ്റ് ബൈൻഡിങ് നേരെ സപ്ലൈയിലോട്ട് തന്നെ മടക്കി കൊടുക്കും. ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് നോക്കാം ഇതിന്റെ വർക്കിംഗ്. നേരത്തെ പോലെ തന്നെ ഇവിടെയും 2 മോഡിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, 2 മോഡ്, മോഡ് 1ഉം മോഡ് 2ലും. മോഡ് 1 എന്താവും, ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. മോഡ് 2ല് ഇവൻ ഓഫ് ആയിരിക്കും. ക്ലിയർ? ദെൻ മോഡ് 1 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, മോഡ് 1ൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. മോഡ് 1ൽ ട്രാൻസിസ്റ്റർ 1 ഓൺ ആയിരിക്കും. ഓക്കെ, അതിനുവേണ്ടി നോക്കി, രണ്ടിന്റെയും പൊളാരിറ്റി സെയിം ആണ്. പ്രൈമറിയിലെയും സെക്കൻഡറിയിലും പൊളാരിറ്റി സെയിം ആണ്. ഫ്ലൈബാക്ക് ആണെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരുന്നു. ഇവിടെ രണ്ടിന്റെയും പൊളാരിറ്റി സെയിം ആണ്. പ്രൈമറി വോൾട്ടേജ് കൂടിയാൽ സെക്കൻഡറി വോൾട്ടേജ് കൂടും. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ശരി. സോ മോഡ് 1 ട്രാൻസിസ്റ്റർ ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ പ്ലസിൽ നിന്ന് പ്രൈമറി കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് ഇൻഡക്ടറിൽ കൂടെ കയറി ഈ സ്വിച്ച് വഴി കയറി അങ്ങ് പോകും. ഓക്കെ, വിച്ച് മീൻസ് പ്രൈമറിയിൽ എനർജി സഹിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? സോ അതേ സമയത്ത് തന്നെ രണ്ടിന്റെയും പൊളാരിറ്റി ഓപ്പോസിറ്റ് സെയിം ആയത് കാരണം എന്തോ സെക്കൻഡറിയിലും ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, which entails the diode D2 in on condition. The diode D2 ഓൺ ആണെങ്കിൽ എന്ത് പറ്റും, ഇൻഡക്ടർ കൂടിയും കപ്പാസിറ്റർ കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യും, which means the inductor L1 and C1 will become energized during mode 1. ഓക്കെ, മോഡ് 1 ഇത്രയും പറയാനുള്ളൂ. സ്വിച്ച് ഓൺ ആയിരിക്കും, പ്രൈമറി കൂടി കറണ്ട് ഫ്ലോ ചെയ്യും, which means the energy will be developed in primary side. The same energy will be reflected in secondary side NS. Okay, which causes the diode D2 in on condition. In mode 1, the inductor L1 and C will become charged. കുഴപ്പമില്ലല്ലോ, അതാണ് മോഡ് 1. കുഴപ്പമില്ല. Then what happen in mode 2? The mode 2 ആണെങ്കിൽ the switch will be off. ഓക്കെ, ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും, ഈ ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവും, അല്ലേ? ബാക്ക് EMF ഉണ്ടാവും വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. നേരത്തെ മോഡ് 1 പ്ലസ് മൈനസ് എന്നായിരുന്നു പ്രൈമറി വൈൻഡിങ്ങിലെ വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പറ്റും, മൈനസ് പ്ലസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി? സോ ഇപ്പൊ ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആയിരിക്കും. ക്ലിയർ ആയോ? മോഡ് 2ല് ഇപ്പൊ ഇങ്ങനെ. സോ ഈ വോൾട്ടേജ് കാരണം ഇവിടെ എന്ത് പറ്റും, ഇവിടെ മൈനസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ സെക്കൻഡറിയിൽ ഒരു മൈനസ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലേ? സെക്കൻഡറിയിലെ മൈനസ് വോൾട്ടേജ് വരികയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഡയോഡ് എന്ത് ചെയ്യും, ഈ ഡയോഡ് ഓഫ് ആവും, ഇല്ലേ? ഈ ഓഫ് ആവും. മോഡ് 2ല് ഈ ഡയോഡ് ഓഫ് ആവും. ഓക്കെ, സോ ഓഫ് ആവുമ്പോൾ ഈ മോഡ് 2ൽ എന്ത് പറ്റും, ഇവിടെയും മൈനസ് പ്ലസ് എന്ന് പറയുന്ന രീതിയിലായി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ മൈനസ് പ്ലസ് കാരണമാണ് ഡയോഡ് D2 ഓഫ് ആവുന്നത്. ഈ ദിസ് വോൾട്ടേജ് ഇൻറ്റേൻസ് ദ ഡയോഡ് D3 ഓൺ ആവും. ഈ ഡയോഡ് D3 മോഡ് 2ൽ ഓൺ ആവും. ഓക്കെ, ഓൺ ആകുമ്പോൾ എന്ത് പറ്റും, ഈ സർക്യൂട്ട് ക്ലോസ് ആവും, ഇല്ലേ? ഈ സർക്യൂട്ട് ക്ലോസ് ആവത്തില്ലേ, സർക്യൂട്ട് ക്ലോസ് ആവും. സോ ഈ വഴി കറണ്ട് ഫ്ലോ ചെയ്യാം. So mode 1ലെ whatever the energy is stored in the inductor and the capacitor, that will flow through the diode D3 in mode 2. Did you? So mode 2ല് ഈ ട്രാൻസിസ്റ്റർ പെട്ടെന്ന് ഓഫ് ആവും. ഓഫ് ആകുമ്പോഴത്തേക്കും മൈനസ് പ്ലസ് പൊളാരിറ്റിയിൽ ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ that will reflect in the secondary also, because the both primary and secondary winding are in phase. ഓക്കെ, സോ മൈനസ് പ്ലസ് വോൾട്ടേജ് വരണമെങ്കിൽ അതേ വോൾട്ടേജ് തന്നെ സെക്കൻഡറി മൈനസ് പ്ലസ്. ഓക്കെ, ഇത് കാരണം ഡയോഡ് D2 ഓഫ് ആവും, ഡയോഡ് D3 ഓൺ ആവും. ഡയോഡ് D3 ഓൺ ആകുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു ബ്രാഞ്ചിൽ കൂടി, ഈ ലൂപ്പിൽ കൂടി എനർജി ഫ്ലോ ചെയ്യും. ഓക്കെ,
നേരെ ലോഡിലോട്ട് കറണ്ട് കൊടുത്തോണ്ടേയിരിക്കും. പിടിയും. ഇതാണ് മോഡ് 2 മോഡ് 2. ഓക്കെ, സോ ഈ ബാക്ക് ഇവിടെ പാഴായി പോകത്തില്ല. ഓക്കെ, ഈ മൈനസ് പ്ലസ് കാരണം എന്ത് പറ്റും, ഈ റീസെറ്റ് വൈൻഡിങ്ങിലുള്ള ഡയോഡ് D1 ഓൺ ആവും. ഈ ബാക്ക് EMF പ്രതി പാഴി പോകത്തില്ല. പകരം എന്ത് പറ്റും അറിയാമോ, ഈ റീസെറ്റ് വൈൻഡിങ് വഴി നേരെ സപ്ലൈയിലോട്ട് തന്നെ ഈ കറണ്ട് പോകും. പിടികിട്ടിയോ? എനർജി പാഴാവത്തില്ല, റിട്ടേൺ ആയിട്ട് പൊക്കോണ്ടിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ഇത് വർക്ക് ചെയ്യുന്ന. ഒന്നുകൂടെ പറയാം. മോഡ് 1 ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്കും പ്രൈമറിയിൽ ഉണ്ടാവുന്ന അതേ എനർജി തന്നെ സെക്കൻഡറിയിൽ ഉണ്ടാവും. ഡയോഡ് D2 ഓൺ ആവും. L1 C എനർജീസ് ആവും. മോഡ് 2 ഓൺ ആയിരുന്ന ട്രാൻസിസ്റ്റർ പെട്ടെന്ന് ഓഫ് ആകുമ്പോഴത്തേക്കും ആ പ്രൈമറി വൈൻഡിങ്ങിന് ഒരു ഹൈ വോൾട്ടേജ്, ഹൈ ബാക്ക് EMF ഇൻഡ്യൂസ് വിത്ത് മൈനസ് പ്ലസ്. Since the winding in the primary and secondary are in phase, the same minus plus voltage, ഈ minus plus voltage തന്നെ എവിടെയാവും, സെക്കൻഡറിയിലും കിട്ടും, which in turns D2 ഓഫ് ആക്കും, D3 ഓൺ ആക്കും. ഓക്കെ, സോ ഇവിടെ ഒരു പുതിയൊരു പാത്ത് രൂപപ്പെടും. ഈ ഒരു പാത്തിൽ കൂടി മോഡ് 1 സ്റ്റോർ ആയിരുന്ന എനർജി L1 ഉം C എന്ത് പറ്റും, ഈ R-ലോട്ട് ഡെലിവർ ചെയ്യും. ഓക്കെ, സോ ഈ മോഡ് 2 തന്നെ ഡയോഡ് D1 ഓൺ ആവും. ഡയോഡ് D1 കാരണം ഈ റീസെറ്റ് വൈൻഡിങ് വഴി എനർജി പാഴി പോവാതെ നേരെ സപ്ലൈയിലോട്ട് തന്നെ മടങ്ങിപ്പോകും. ഓക്കെ, ഇതായോ? ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്താ പറയാ, ഈ വേവ് ഫോം ഒന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതാണ് എൻ്റെ മോഡ് 1, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, മോഡ് 1 അതാണ്. ഇതാണ് എൻ്റെ മോഡ് 2, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ മോഡ് 1 എന്ത് സംഭവിക്കും? മോഡ് 1 ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്ക് പ്രൈമറി ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ? സോ ആ സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ഒരു ലോ വോൾട്ടേജ് ആയിരിക്കും അല്ലേ? ലോ വോൾട്ടേജ്. മോഡ് 1 ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്കും ഓൺ ആവുന്ന ട്രാൻസിസ്റ്റർ ലോ വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇവിടെ എന്തായാലും ആ സമയത്ത് പ്രൈമറി ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ? സോ ആ സമയത്ത് എന്ത് പറ്റും? പ്രൈമറി കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? പ്രൈമറി കറണ്ട് ഫ്ലോ ചെയ്യും. CR3 വേറെ ഒന്നുമല്ല, നമ്മുടെ ഡയോഡ് D3 കൂടെ പോകുന്ന കറണ്ട് ആണ്. CR3 അല്ല, ഡയോഡ് D3 ആണ്. മീൻസ് ഡയോഡ് D3 കൂടെ പോകുന്ന കറണ്ട് ആണ്. മോഡ് 1 ഡയോഡ് D3 ഓഫ് ആയിരിക്കും. ഓക്കെ, സോ കറണ്ട് പോവുക ചെയ്യത്തില്ല. ഓക്കെ, ഇൻഡക്ടറിൽ കൂടി എന്ത് സംഭവിക്കും? ആ സമയത്ത് ഇൻഡക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഇൻഡക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും ഇല്ലുണ്ണിൽ കൂടി. സോ എനർജി ചെയ്യും മോഡ് 1. ഓക്കെ, ആ സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, മോഡ് 1 സ്വിച്ച് ഓൺ ആയിരിക്കും. ഓൺ ആകുമ്പോഴത്തേക്ക് പ്രൈമറിയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും, പ്രൈമറിയിൽ കറണ്ട് എനർജൈസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ആ സമയത്ത് നമ്മളെ ഡയോഡ് D3 ഓഫ് ആയിരിക്കും. Hence there is no current flow through the diode D3. Then നമ്മളെ ഇൻഡക്ടർ L1 എനർജൈസ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് മോഡ് 2 അല്ലേ? മോഡ് 2. മോഡ് 2 എന്ത് സംഭവിക്കും? മോഡ് 2 നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. മോഡ് 2 ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് എന്ത് പറ്റും? ഒരു ബാക്ക് EMF ഉണ്ടാവും. ഇതാണ് ബാക്ക് EMF അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ആ ബാക്ക് EMF ഡെസിപ്പേറ്റ് ചെയ്ത് നമ്മളെ സപ്ലൈയിലോട്ട് തന്നെ മടങ്ങിപ്പോവും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ആ ബാക്ക് EMF അങ്ങ് പോകും. സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? ആ പ്രൈമറി വരെ വോൾട്ടേജ് വരുന്നില്ല. പിടിയോ? മോഡ് 2 പ്രൈമറി വോൾട്ടേജ് ഒന്നും വരില്ല. സാധാരണ യൂഷ്വലി 0 ആണ് വരേണ്ടത്. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഈ ബാക്ക് EMF ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, പിടിയോ? ഇതായോ? ഓക്കെ, പിന്നെ VQ1 എന്താണ്? ട്രാൻസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഓക്കെ, മോഡ് 2 ട്രാൻസിസ്റ്റർ ഓഫ് ആയി. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴത്തേക്ക് എന്താണോ ഇൻപുട്ട് വോൾട്ടേജ് അത് തന്നെ ഇവിടെ വരും അല്ലേ? പക്ഷേ മോഡ് 2 ആ ബാക്ക് EMF ഉള്ള സമയത്ത് മാത്രം ആ ബാക്ക് EMF കുറച്ച് നേരത്തെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ബാക്ക് EMF
ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബാക്ക് നമ്മുടെ സപ്ലൈയിലോട്ട് തന്നെ മടങ്ങി പോകുമ്പോഴത്തേക്കും പിന്നെ എന്താണോ നമ്മുടെ ആ സമയം ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇൻപുട്ട് എന്താണോ അത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എൻ്റെ മോഡ് 2 പ്രൈമറിയിൽ സ്വിച്ച് ഓഫ് ആവും. സ്വിച്ച് ഓഫ് ആവുന്ന കാരണം പ്രൈമറി കറണ്ട് ഒന്നും ഉണ്ടാവത്തില്ല, 0 ആയിരിക്കും. ഓക്കെ, മോഡ് 2 നമ്മൾ ആ ഡയോഡ് D3 ഓൺ ആയിരിക്കും. ഡയോഡ് D3 ഓൺ ആകുമ്പോഴത്തേക്കും ആ തൊട്ട് മുന്നേ മോഡ് 1 ഇൻഡക്ടറും കപ്പാസിറ്ററും ചാർജ് ചെയ്ത് വെച്ചിരുന്ന എനർജി ആ ഡയോഡ് D3 വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഉണ്ടാവും. ഓക്കെ, സോ ആ L1 കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ആ ഡയോഡ് D3 വഴി L1C ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ എന്ത് പറ്റും, എനർജി അവിടെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, സോ ആ സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. നമുക്ക് ഫ്ലൈ ബാക്കിന്റെ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇതും എളുപ്പം തന്നെ ആയിരിക്കും നമുക്ക്. പിടിയോ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ മോഡ് 2 ആണ് നിങ്ങൾക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. വൈ? ബിക്കോസ് മോഡ് 2 പെട്ടെന്ന് ആ ഒരു സ്വിച്ച് ഓഫ് ആവുമ്പോഴത്തേക്കും ഒരു ബാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും. ബാക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ മോഡ് 2 പ്രൈമറി വോൾട്ടേജ് 0 ആണ് വരേണ്ടത്. പക്ഷേ എന്ത് പറ്റും, ഈ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആ ബാക്ക് ചെയ്യുമ്പോൾ സമയത്ത് കുറച്ച് നേരത്തിൽ മാത്രം ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരും. അത് നമ്മൾ സെപ്പറേറ്റ് മടങ്ങി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, വീണ്ടും 0 തന്നെ വരും. ഓക്കെ, ശരി. ദെൻ VQ1 ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്താണോ ഇൻപുട്ട് അത് തന്നെയാണ് വരേണ്ടത്. പക്ഷേ മോഡ് 2 ആ ബാക്ക് EMF വരുന്ന സമയത്ത് മാത്രം ഇത്രയും വോൾട്ടേജ് കയറി വരും. ബാക്കി നമ്മുടെ ഇൻപുട്ട് തന്നെയായിരിക്കും. ഓക്കെ, മോഡ് 2 ട്രാൻസിസ്റ്റർ ഓഫ് ആയത് കാരണം പ്രൈമറി കൂടി കറണ്ട് ഒന്നും പോകത്തില്ല. ഓക്കെ, ദെൻ ഡയോഡ് D3 മോഡ് 2 ഡയോഡ് D3 ഓൺ ആയിരിക്കും. സോ എന്ത് പറ്റും, നമ്മളെ ആ ഡയോഡ് D3 പോകുന്ന കറണ്ട് ഇത് C3 അല്ല കേട്ടോ, C3 അല്ല, നിങ്ങൾ ഓർത്തിരിക്കണം, അത് D ആണ്, D3 ആണ്, D3. ഓക്കെ, D3 കറണ്ട് ഫ്ലോ ചെയ്യും. ആ സമയത്ത് ഇൻഡക്ടർ കറണ്ട് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഫോർവേഡ് കൺവേർട്ടർ. ഫ്ലൈ ബാക്ക് കുഴപ്പമില്ല, ഫ്ലൈ ബാക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അന്നേരം ഇതിനും ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ട്. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/T ഇന്റഗ്രൽ ഓവർ KT NS NP VS dt ആണ്. സോ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ വി ഗെറ്റ് NS/NP ഇൻറ്റു VS ഇൻറ്റു K എന്ന് കിട്ടും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ നേരത്തെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസിയും ഹൈ വോൾട്ടേജും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അറേഞ്ച്മെന്റ് ചെറിയൊരു മാറ്റം വരുത്തണം. ഓക്കെ, ഇതാണ് ഡബിൾ എൻഡഡ് ഫോർവേഡ് കൺവേർട്ടർ എന്ന് പറയും. അല്ലേ, വേറെ ഒന്നുമല്ല, ഒരു സ്വിച്ച് എക്സ്ട്രാ കയറി വെക്കും, 2 ഡയോഡും കൂടി വെക്കും. ഓക്കെ, ഇതാണ് ഡബിൾ എൻഡഡ് ഫോർവേഡ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഈ സർക്യൂട്ട് മാത്രം വരച്ചാൽ മതി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് സർക്യൂട്ട്? സപ്പോസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജോ ഹൈ വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ വരികയോ ഹൈ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ വരികയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ഫോർ ഡബിൾ എൻഡഡ് ഫോർവേഡ് കൺവേർട്ടർ ആൻഡ് സർക്യൂട്ട് ഈസ് ദിസ്. ഇത് മാത്രം പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ എപ്പോഴും എക്സ്ട്രാ പോയിന്റ്സ് കെട്ടിക്കൊണ്ടിരിക്കും, വാലിഡ് ആയിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്ലൈ ബാക്കും ഫോർവേഡും കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ നമുക്ക്. ഓക്കെ.